ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 10. സ്വകാര്യവൽക്കരണം സൃഷ്ടിച്ച പ്രതിസന്ധി. 2 ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 180ഓളം സർവീസ് റദ്ദാക്കിയത് ആയിരക്കണക്കിന് യാത്രക്കാരെ വലച്ചു. ഇവരിൽ ഗണ്യമായ വിഭാഗം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളാണ്. യാത്ര മുടങ്ങിയത് പലരുടെയും ജോലിയെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും സർവീസ് റദ്ദാക്കൽ തുടരുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പറയുന്നത്. നിരുത്തരവാദപരമായി ഈ സമീപനം ഗൗരവത്തോടെ കാണാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. പ്രതിഷേധ സൂചകമായി ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കമ്പനി മാനേജ്മെന്റ് പറയുമ്പോൾ ജീവനക്കാരുടെ പരാതി വസ്തുതാപരമാണെന്ന് തൊഴിൽ വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട്. ലാഭം നേടാനുള്ള കുറുക്കുവഴിയായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കുന്നതാണ് വിഷയം. എയർ ഇന്ത്യയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും ലാഭകരമാക്കാനും ഒറ്റമൂല്യ പ്രയോഗമെന്ന നിലയിലാണ് 2 വർഷം മുമ്പ് സ്വകാര്യവൽക്കരിച്ചത്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും ആവേശപൂർവ്വമാണ് കേന്ദ്ര തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് 1953 നെഹ്റു സർക്കാർ തട്ടിയെടുത്ത എയർ ഇന്ത്യയെ അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് തിരിച്ചു നൽകിയെന്നായിരുന്നു ഇത്തരം മാധ്യമങ്ങളുടെ ആഖ്യാനം. എന്നാൽ 53 ചെറിയ കമ്പനി മാത്രമായിരുന്നു. ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ എയർ ഇന്ത്യയുടെ വികസനത്തിനായി ചെലവിട്ടു. ടാറ്റയ്ക്ക് കൈമാറിയപ്പോൾ 100ൽ പരം വിമാനങ്ങളും വിദഗ്ധരായ ആയിരക്കണക്കിന് ജീവനക്കാരും ലോകമെമ്പാടും പാർക്കിംഗ് കേന്ദ്രങ്ങളും ഇതര സൗകര്യങ്ങളുമുള്ള വൻകിട സ്ഥാപനമായി വളർന്നിരുന്നു. 45,000 കോടി രൂപ ആസ്തി ഉണ്ടായിരുന്ന സ്ഥാപനം 18,000 കോടി രൂപയ്ക്കാണ് ടാറ്റയ്ക്ക് വിറ്റത്. കടബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്നെന്ന പേരിൽ 15,300 കോടി രൂപ തട്ടിക്കിഴിച്ച ശേഷം പണമായി ലഭിച്ചത് 2,700 കോടി മാത്രം. 1990കളിൽ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് സ്വകാര്യ വ്യോമയാന കമ്പനികൾ പ്രവർത്തനം തുടങ്ങിയിട്ടും എയർ ഇന്ത്യയുടെ പ്രതാപത്തിന് കോട്ടം തട്ടിയില്ല. 2000, 2001 മുതൽ 2006, 2007 വരെ എല്ലാ വർഷവും എയർ ഇന്ത്യ ലാഭത്തിലായിരുന്നു. 2006, 2007 എയർ ഇന്ത്യയിൽ ഇന്ത്യൻ എയർലൈൻസ് ലയിപ്പിച്ച ശേഷമാണ് നഷ്ടത്തിന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങിയത്. അതേസമയം രാജ്യാന്തര വ്യോമയാന വ്യവസായത്തിൽ തന്നെ 2007 $1,700 കോടി നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ജീവനക്കാരുടെ ആധിക്യമാണ് എയർ ഇന്ത്യയുടെ നഷ്ടത്തിന് കാരണമായതെന്ന വാദവും വിലപ്പോകുന്നതല്ല. വിമാനത്തിന് 214 പേർ എന്നതായിരുന്നു 2002 എയർ ഇന്ത്യയിലെ തൊഴിൽ ശേഷി തോത്. ഇത് മലേഷ്യൻ എയർലൈൻസിൽ 230, വെർജിൻ അറ്റ്ലാന്റിക്കിൽ 282, റോയൽ ഡച്ച് എയർലൈൻസിൽ 220 എന്ന ക്രമത്തിലാണ്. മൊത്തം ചെലവിന്റെ 16% മാത്രമാണ് ശമ്പള വിതരണത്തിന് വേണ്ടിവരുന്നത് എന്നതിനാൽ നഷ്ടത്തിന് കാരണം ശമ്പള ചെലവാണെന്ന് പറയാനാകില്ല. ലയനത്തിനു ശേഷം എയർ ഇന്ത്യയുടെ നഷ്ടം ഓരോ വർഷവും പെരുകാനിടയാക്കിയത് പലിശ തിരിച്ചടവ് ഭാരവും ആസ്തികളുടെ മൂല്യശോഷണവുമാണ്. ലയനത്തിന് തൊട്ടു മുമ്പായി എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും വൻതുക ചെലവിട്ട് പുതിയ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടി. 145 കോടി രൂപ കയ്യിൽ വെച്ച് എയർ ഇന്ത്യ 44,000 കോടിയുടെ വിമാനങ്ങൾ വാങ്ങി. വിപണി പ്രതീക്ഷിച്ച തോതിൽ വളർന്നില്ല. കടത്തിന്റെ തിരിച്ചടവ് ഭാരം പെരുകുകയും ചെയ്തു. പ്രതിസന്ധി എയർ ഇന്ത്യയുടെ മാത്രം പ്രശ്നമായിരുന്നില്ല. കാർഡിളക്കി വന്ന സഹാറ, കിങ്ഫിഷർ, ജെറ്റ് എയർവേസ്, എയർ ഡക്കാൻ, എയർ കാർണിവൽ, എയർ കോസ്റ്റ തുടങ്ങിയ സ്വകാര്യ കമ്പനികളെല്ലാം പൂട്ടി. സ്വകാര്യ വ്യോമയാന കമ്പനികൾ പൊതുമേഖലാ ബാങ്കുകൾക്ക് 50,000 കോടിയിൽ പരം രൂപയുടെ കിട്ടാക്കടം വരുത്തിയിട്ടുണ്ട്. വ്യോമയാന മേഖലയുടെ ഘടനാപരമായ പ്രശ്നങ്ങളും കുതിച്ചുയരുന്ന ഇന്ധനവിലയും അശാസ്ത്രീയമായ നിക്ഷേപ രീതികളും കമ്പനികളെ തളർത്തി. ഇതൊന്നും പരിഗണിക്കാതെ സ്വകാര്യവൽക്കരിച്ചതിന്റെ പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത്.